വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന SCERT മലയാളത്തിൽ നിന്ന് ചോദിക്കുന്ന SCERT പാഠഭാഗങ്ങളാണ് കേട്ടോ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട മലയാളം പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിലെ പുതിയ SCERT ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, രചനകൾ ആരാന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഏതൊക്കെ രചനകളൊക്കെയാണ് അറിയുന്നത്? ഏതൊക്കെയാണ്? തേന്മാവ് അല്ലെ. തേന്മാവ് എന്ന് പറയുന്നത് ഒരു ചെറുകഥയാണ്. ഈ ചെറുകഥ എഴുതിയതാരാണ്? ബഷീറാണ്. ബഷീറാണ് തേന്മാവ് എഴുതിയത്. തേന്മാവ് എന്ന് പറയുന്നത് ഒരു ചെറുകഥയാണ്. എഴുതിയതാരാണ്? ബഷീറാണ്. ഇനി കാടിനു കാവൽ. കാടിനു കാവൽ എന്ന് പറയുന്ന ലേഖനം എഴുതിയതാരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരി എഴുതിയിട്ടുള്ള ലേഖനമാണ് കാടിനു കാവൽ എന്ന് പറയുന്നത്. ആരെഴുതിയിട്ടുള്ളതാണ്? സുഗതകുമാരി എഴുതിയിട്ടുള്ളതാണ്. ഇനി കള്ളൻ ചക്കിട്ടു. കള്ളൻ ചക്കിട്ടു എന്ന് പറയുന്ന കവിത ആരുടേതാണ്? ഒളപ്പം മണ്ണയുടേതാണ്. ഒളപ്പം മണ്ണയുടേതാണ് കള്ളൻ ചക്കിട്ടു എന്ന് പറയുന്നത്. കള്ളൻ ചക്കിട്ടു എന്ന് പറയുന്ന കവിത ആരുടെയാണ്? ഒളപ്പം മണ്ണയുടേതാണ്. ഇനി പുളിമാവ് വെട്ടി. പുളിമാവ് വെട്ടി എന്ന് പറയുന്ന കവിത ആരുടേതാണ്? ഇടശ്ശേരിയുടേതാണ്. ഇടശ്ശേരിയുടേതാണ് പുളിമാവ് വെട്ടി എന്ന് പറയുന്ന കവിത ആരുടേതാണ്? ഇടശ്ശേരിയുടേതാണ്. ആകാശത്തിലൊരു വിടവ്. ചെറുകഥ എഴുതിയതാരാണ്? സി രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള ചെറുകഥയാണ് ആകാശത്തിലൊരു വിടവ് എന്ന് പറയുന്നത്. ഇനി മരത്തെ സ്നേഹിച്ച മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. അത് എഴുതാരാണ്? ജോൺ സി ജേക്കബ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? തേന്മാവ് എന്ന് പറയുന്ന ചെറുകഥ ബഷീറിന്റെയാണ്. കാടിന് കാവൽ ലേഖനം സുഗതകുമാരിയുടേതാണ്. കള്ളൻ ചക്കിട്ട് എന്ന് പറയുന്ന കവിത ഒളപ്പമണ്ണ. പുളിമാവ് വെട്ടി കവിത ഇടശ്ശേരിയും. ആകാശത്തിലൊരു വിടവ് സി രാധാകൃഷ്ണൻ. മരത്തെ സ്നേഹിച്ച മനുഷ്യൻ ജോൺ സി ജേക്കബ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് പദപരിചയം നോക്കാം. ഓരോന്നിനെയും അർത്ഥങ്ങൾ നോക്കാം. ഇലച്ചാർത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇലച്ചാർത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇലകളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഇലച്ചാർത്ത് എന്ന് പറയുന്നത്. ഇലച്ചാർത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇലകളുടെ കൂട്ടത്തെയാണ് പറയുന്നത്. ഇനി ഇലവുമരം എന്ന് വെച്ചാൽ എന്താണ്? ഇലവുമരം എന്ന് വെച്ചാൽ ഒരു തരം വൃക്ഷമാണ്. അതായത് പഞ്ഞിമരക്കെയാണ് എന്ന് പറയുന്നത് ഇലവുമരം എന്ന് പറയുന്നത്. ഏകാഗ്രമായ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് നിർത്തിയാണ് വരുത്തുന്നത്. ഏകാഗ്രമായ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് നിർത്തിയ. ഇനി കതിർ എന്ന് വെച്ചാൽ എന്താണ്? രശ്മി എന്നാണ് അർത്ഥം. കതിർ എന്ന് വെച്ചാൽ എന്താണ്? രശ്മി എന്നാണ് അർത്ഥം വരുന്നത്. കരിവാനം. കരിവാനം എന്ന് വെച്ചാൽ എന്താണ്? കറുത്ത ആകാശം അല്ലെ. കരിവാനം കറുത്ത ആകാശം. കളഗാനം. കളഗാനം എന്ന് വെച്ചാൽ മധുരമായ ഗാനം. മധുരമായ ഗാനത്തെയാണ് കളഗാനം എന്ന് പറയുന്നത്. കളനാദം എന്ന് വെച്ചാൽ മധുരമായ ശബ്ദത്തെയാണ് എന്ന് പറയുന്നത് കളനാദം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലച്ചാർത്ത് എന്ന് വെച്ചാൽ ഇലകളുടെ കൂട്ടം. ഇലവുമരം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. ഏകാഗ്രമായ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് നിർത്തിയത്. കതിർ എന്ന് വെച്ചാൽ രശ്മിയാണ്. കരിവാനം കറുത്താകാശം. കളഗാനം മധുരമായ ഗാനം. കളനാദം മധുരമായ ശബ്ദം. ചിഹ്നം എന്ന് വെച്ചാൽ എന്താണ്? ചിന്നുന്ന, ചിതറുന്ന എന്നൊക്കെയല്ലേ അർത്ഥം വരുന്നത്. ഇനി താരം എന്ന് വെച്ചാൽ എന്താണ്? നക്ഷത്രമാണ്. താരം എന്ന് വെച്ചാൽ എന്താണ്? നക്ഷത്രമാണ്. തിങ്കൾ എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രൻ. തിങ്കൾ, ചന്ദ്രൻ, താരം, നക്ഷത്രം. പരർ. പരർ എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരെയാണ് അല്ലെ. പരർ എന്ന് പറയുന്ന ആരെയാണ്? മറ്റുള്ളവരെയാണ്. പാരെന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയാണ്. പാരെന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയാണ്. പാലൊളി എന്ന് വെച്ചാൽ എന്താണ്? പാലിന്റെ ശോഭ അഴകിനെയാണ് പാലൊളി എന്ന് പറയുന്നത്. മധു എന്ന് വെച്ചാൽ എന്താണ്? തേനാണ്. മധുബൻ എന്ന് വെച്ചാൽ എന്താണ്? വണ്ടാണ്. മധു എന്ന് വെച്ചാൽ തേനാണ്. മധുബൻ എന്ന് വെച്ചാൽ എന്താണ്? വണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ. പദപരിചയമാണ് നോക്കുന്നത്. നമ്മ അദ്വിതീയൻ എന്ന് വെച്ചാൽ എന്താണ്? അദ്വിതീയൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമനല്ലാത്തവൻ, ഏറ്റവും ശ്രേഷ്ഠനെയാണ് അദ്വിതീയൻ എന്ന് പറയുന്നത്. രണ്ടാമനല്ലാത്തവൻ ഏറ്റവും ശ്രേഷ്ഠനെയാണെന്ന് പറയുന്നത് അദ്വിതീയൻ എന്ന് പറയുന്നത്. ഇനി അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യുക എന്നാണ് അർത്ഥം. അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യുക എന്നാണ് അർത്ഥം. ഉദ്ഘോഷിച്ച എന്ന് വെച്ചാൽ എന്താണ്? ഉച്ചത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച എന്നർത്ഥം വരുന്നതാണ് ഉദ്ഘോഷിച്ച എന്ന് പറയുന്നത്. ഉച്ചത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച. ഇനി കടുക്കൻ എന്ന് വെച്ചാൽ എന്താണ്? പുരുഷന്മാരുടെ ഒരിനം കർണാഭരണമാണ് അല്ലെ ഈ കടുക്കൻ. കടുക്കനിട്ടു എന്ന് പറയുന്ന. കലശലായ എന്ന് വെച്ചാൽ എന്താണ്? വളരെ കൂടുതലായ. കലശലായ എന്ന് വെച്ചാൽ വളരെ കൂടുതലായ.
കർണാകർണികയ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക്, അല്ലെങ്കിൽ പലരായിട്ട് പറന്നെത്തിയതായ. കർണം എന്ന് വെച്ചാൽ എന്താണ്, ചെവിയാണ് അല്ലെ. അപ്പൊ കർണാകർണിക എന്ന് വെച്ചാൽ എന്താണ്, ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവിയിലേക്ക്. ഇനി ചാരിതാർത്ഥ്യം. ചാരിതാർത്ഥ്യം എന്ന് വെച്ചാൽ സാഫല്യമായി. ചാരിതാർത്ഥ്യം എന്ന് വെച്ചാൽ എന്താണ്, സാഫല്യം. ജൈവം എന്ന് വെച്ചാൽ എന്താണ്, ജീവത്തായത്. ജൈവം എന്ന് വെച്ചാൽ എന്താണ്, ജീവത്തായത്. തിരസ്കരിക്കുക എന്ന് വെച്ചാൽ എന്താണ്, തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക. തിരസ്കരിക്കുക എന്ന് വെച്ചാൽ എന്താണ്, ഉപേക്ഷിക്കുക. തേജസ് എന്ന് വെച്ചാൽ എന്താണ്, ശോഭയാണ് അല്ലെ. ശോഭ നമ്മൾ പറയുന്നത് തേജസ് എന്ന് പറയും. ദീർഘകായൻ. ദീർഘകായൻ എന്ന് വെച്ചാൽ എന്താണ്, ഉയരം കൂടിയ ശരീരമുള്ളവനെയാണ് ദീർഘകായൻ എന്ന് പറയുന്നത്. ഉയരം കൂടിയ ശരീരമുള്ളവനെയാണ് ദീർഘകായൻ എന്ന് പറയുന്നത്. ധീരപ്രജ്ഞ എന്ന് വെച്ചാൽ എന്താണ്, ധീരപ്രജ്ഞ അല്ലെ. ധീരം അതായത് ധൈര്യവും അറിവും ഉള്ളവൻ. ധീരപ്രജ്ഞ എന്ന് വെച്ചാൽ എന്താണ്, ധൈര്യവും അറിവും ഉള്ളവൻ. നിർനിമേഷം എന്ന് വെച്ചാൽ കണ്ണു ചിമ്മാത്തവൻ. നിർനിമേഷം എന്ന് വെച്ചാൽ കണ്ണു ചിമ്മാത്തവൻ. മന്ദസ്മിത അറിയാലോ, പുഞ്ചിരി അല്ലെ. മന്ദസ്മിത എന്ന് വെച്ചാൽ പുഞ്ചിരിയാണ്. രമിക്കുക എന്ന് വെച്ചാൽ ആനന്ദിക്കുക, പ്രീതി ഉണ്ടാവുക. രമിക്കുക എന്ന് വെച്ചാൽ ആനന്ദിക്കുക, പ്രീതി ഉണ്ടാവുക. വചനം. വചനം എന്ന് വെച്ചാൽ വാക്ക് എന്നാണ് അർത്ഥം വരുന്നത്. വചനം എന്ന് വെച്ചാൽ വാക്ക് എന്ന് അർത്ഥം വരുന്നു. ഇനി സാധകം. സാധകം എന്ന് വെച്ചാൽ ആവർത്തിച്ചുള്ള പരിശീലനത്തെയാണ് സാധകം എന്ന് പറയുന്നത്. ആവർത്തിച്ചുള്ള പരിശീലനത്തെയാണ് പറയേണ്ടത്. ഇനി സാഷ്ടാംഗം എന്ന് വെച്ചാൽ അഷ്ടാംഗങ്ങളോട് കൂടി. സാഷ്ടാംഗം എന്ന് വെച്ചാൽ അഷ്ടാംഗങ്ങളോട് കൂടി. റാൻ എന്ന് വെച്ചാൽ ആചാര ഭാഷയിൽ സമ്മതം അറിയിക്കുന്നതിനെയാണെന്ന് പറയുന്നത് റാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അന്നം എന്ന് വെച്ചാൽ എന്താണ്, അന്നം എന്ന് വെച്ചാൽ എന്താണ്, ചോറ് അല്ലെങ്കിൽ ആഹാരത്തെയാണ് അല്ലെ. നമ്മൾ അന്നം എന്ന് പറയുന്നത് ചോറ് അല്ലെങ്കിൽ ആഹാരത്തെയാണ് അന്നം എന്ന് പറയുന്നത്. അമ്പ് എന്ന് വെച്ചാൽ എന്താണ്, അൻപ്. അൻപ് എങ്ങനെയാണ്, അൻപ് അല്ലെ. അൻപ് എന്ന് വെച്ചാൽ സ്നേഹം, ദയ, എനിക്കെല്ലാം പറയുന്ന അൻപ് എന്ന് പറയുന്നത്. ഇനി അല. അല എന്ന് വെച്ചാൽ ഓളം. അല എന്ന് വെച്ചാൽ ഓളം. ഇനി കാന്തി എന്നാണ്, കാന്തി, ഭംഗി, ശോഭ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. കാന്തി എന്ന് വെച്ചാൽ ഭംഗി, ശോഭ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇനി ചതുപ്പ് എന്ന് വെച്ചാൽ ചെളി കെട്ടിയ സ്ഥലത്തെയാണ് പറയുന്നത്. ചൂഴുക എന്ന് വെച്ചാൽ എന്താണ്, ചുറ്റും കാണപ്പെടുന്നതിനെയാണ് ചൂഴുക. ചൂഞ്ഞു നോക്കി എന്നൊക്കെ പറയില്ലേ, ചുറ്റും കാണപ്പെടുക. ഇനി തക്കം നോക്കുക അറിയാലേ, അവസരം കാത്തിരിക്കുക. തക്കം നോക്കുക എന്ന് വെച്ചാൽ അവസരം കാത്തിരിക്കുക. തിടമ്പ് എന്ന് വെച്ചാൽ എന്താണ്, എഴുന്നള്ളത്തിനുള്ള വിഗ്രഹം അല്ലെങ്കിൽ ബിംബത്തൊക്കെയാണെന്ന് പറയുന്നത് തിടമ്പ് എന്ന് പറയുന്നത്. ഇനി ദന്തം എന്ന് വെച്ചാൽ എന്താണ്, പല്ലിനെയാണ് ദന്തം എന്ന് പറയുന്നത്. നിലാവല. നിലാവല എന്ന് വെച്ചാൽ എന്താണ്, നിലാവിന്റെ ഓളം. നിലാവിന്റെ ഓളത്തെയാണ് നിലാവല എന്ന് പറയുന്നത്. ഇനി നിറഭേദം എന്ന് വെച്ചാൽ എന്താണ്, നിറവ്യത്യാസം അറിയാം അല്ലെ. പ്രാരാബ്ദം എന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ്, അതും അറിയാം. ഇനി മഞ്ഞിൻ എന്ന് വെച്ചാൽ മഞ്ഞിൻ എന്ന് വെച്ചാൽ എന്താണ്, ഭൂമിയുടെ. മഞ്ഞിൻ എന്ന് വെച്ചാൽ എന്താണ്, ഭൂമിയുടെ. ഇനി മധു നമ്മൾ നേരത്തെ പറഞ്ഞു, തേനാന്ന് പറഞ്ഞു. ഇനി മുകിൽ എന്ന് വെച്ചാൽ എന്താണ്, മേഘം അല്ലെ. മുകിൽ എന്ന് വെച്ചാൽ അർത്ഥം മേഘം, മുകിൽ, മേഘം, മുകിൽ, മേഘം, മുകിൽ, മേഘം. ഇനി വഴക്കം എന്ന് വെച്ചാൽ എന്താണ്, ആചാരം അല്ലെങ്കിൽ പൂർവാചാരത്തെയാണ് വഴക്കം എന്ന് പറയുന്നത്. വാടി എന്ന് വെച്ചാൽ എന്താണ്, പൂന്തോട്ടത്തെയാണെന്ന് പറയുന്നത് വാടി എന്ന് പറയുന്നത്. വാടി എന്ന് വെച്ചാൽ എന്താണ്, പൂന്തോട്ടമാണ്. ഇനി നമുക്കൊരു നൽകിയിട്ടുണ്ട്, ഒരു ചെറിയൊരു കവിത നൽകിയിട്ടുണ്ട്. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എന്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരൊറ്റക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണ് എന്റെ മലയാളം എന്ന് പറഞ്ഞത് ആരാണ് ചോദിക്കാല്ലേ. 56 അക്ഷരമല്ല എന്ന് പറയുന്ന ആ കവിത, ഒരു കുഞ്ഞി കവിത എഴുതാരാണ്, കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുള്ളതാണ്. 56 അക്ഷരമല്ല എന്ന് പറയുന്ന തുടങ്ങിയിട്ട് മണ്ണ് ഒരൊറ്റ അക്ഷരമാണ് എന്റെ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്, കുഞ്ഞുണ്ണിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി നമുക്ക് അർത്ഥം വീണ്ടും നോക്കാം. അഖിലം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, അഖിലം എന്ന് വെച്ചാൽ എന്താണ്, എല്ലാം. അഖിലം എന്ന് വെച്ചാൽ എന്താണ്, എല്ലാം എന്നാണ് അർത്ഥം വരുന്നത്. അഖിലം എന്ന് വെച്ചാൽ എന്താണ്, എല്ലാം. ഇനി അഭിനവം. അഭിനവം എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും പുതിയത്. ഏറ്റവും പുതിയത് എന്ന് പറയുന്നത് അഭിനവം എന്ന് പറയുന്നത് ഏറ്റവും പുതിയത്. ഇനി അനുവേലം. അനുവേലം എന്ന് വെച്ചാൽ എപ്പോഴും അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുന്നതിനെയാണ് അനുവേലം എന്ന് പറയുന്നത്. അപ്പൊ അഖിലം എന്ന് വെച്ചാൽ എന്താണ്, എല്ലാം എന്നാണ്. അഭിനവം എന്ന് വെച്ചാൽ ഏറ്റവും പുതിയത്. അനുവേലം എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴും കൂടെ. ഇനി അവിരളം എന്ന് വെച്ചാൽ എന്താണ്, അവിരളം എന്ന് വെച്ചാൽ ചുരുക്കമല്ലാത്തത്, തുടർച്ചയായത്. അതായത് വിരളം എന്ന് വെച്ചാൽ എന്താണ്, കുറച്ചുള്ളൂ എന്നല്ലേ നമുക്കറിയാം. അപ്പൊ അവിരളം എന്ന് വെച്ചിട്ടാണ് ചുരുക്കമല്ലാത്തത്, തുടർച്ചയായത്. ഇനി അഴകുറ്റ. അഴകുറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഭംഗിയുള്ള അല്ലെ. അഴക് എന്ന് വെച്ചാൽ എന്താണ്, ഭംഗിയാണ്. അപ്പൊ അഴകുറ്റ, ഭംഗിയുള്ള. ഇനി ആത്തമോദം. ആത്തമോദം എന്ന് വെച്ചാൽ എന്താണ്, വർദ്ധിച്ച സന്തോഷം. ആത്തമോദം എന്ന് വെച്ചാൽ എന്താണ്, വർദ്ധിച്ച സന്തോഷം. അവർ നമ്മൾ എന്താണ് പറഞ്ഞത്, അനുവേലം എന്ന് പറയുന്നത് എപ്പോഴും കൂടി എന്ന് പറഞ്ഞു. അവിരളം ചുരുക്കമല്ലാത്തത്, തുടർച്ചയായത്. അഴകുറ്റ ഭംഗിയുള്ള. ആത്തമോദം വർദ്ധിച്ച സന്തോഷം.
ഇനി ആഴിവീജി എന്ന് വെച്ചാൽ എന്താണ്? ആഴിവീജി എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രത്തിലെ തിരമാല. ആഴിവീജി എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? സമുദ്രത്തിലെ തിരമാലയാണ് നമ്മൾ പറയുന്നത് ആഴിവീജി എന്ന് പറയുന്നത്, സമുദ്രത്തിലെ തിരമാല. ഉന്മാദം എന്ന് വെച്ചാൽ എന്താണ്? അമിതമായ ആഹ്ലാദത്തെയാണല്ലേ ഉന്മാദം എന്ന് പറയുന്നത് എന്താണ്? അമിതമായ ആഹ്ലാദത്തെയാണ് ഉന്മാദം എന്ന് പറയുന്നത്. ഇനി ഉപാസ്യർ, ഉപാസ്യർ എന്ന് വെച്ചാൽ ആരാണ്? ഭജിക്കുന്നവരെയാണ് ഉപാസ്യർ എന്ന് പറയുന്നത്. ആരെയാണ്? ഭജിക്കുന്നവരെയാണ്. കത്തിരി എന്ന് വെച്ചെന്താണ്? കത്രിക. കത്രിക നമ്മൾ എന്താ പറയുന്നത്? കത്രിക എന്ന് പറയുന്നു. ഇനി കസർത്ത് എന്ന് വെച്ചെന്താണ്? വ്യായാമം. കസർത്ത് എന്ന് വെച്ചെന്താണ്? വ്യായാമം. കളിത്തോപ്പ് എന്ന് വെച്ചെന്താണ്? കളിസ്ഥലം. കളിത്തോപ്പ് കളിസ്ഥലം. കസർത്ത് വ്യായാമം. കത്തിരി കത്രിക. ഉപാസ്യർ ഭജിക്കുന്നവർ. ഉന്മാദം അമിതമായ ആഹ്ലാദം. കേളി കദംബം. കേളി കദംബം എന്ന് വെച്ചെന്താണ്? പൊടിക്കടമ്പ് വൃക്ഷത്തെയാണെന്ന് പറയുന്നത് കേളി കദംബം എന്ന് പറയുന്നത്. ചാരു എന്ന് വെച്ചെന്താണ്? ചാരു എന്ന് വെച്ചാൽ മനോഹരം. ചാരു എന്ന് വെച്ചതാണ് അർത്ഥം മനോഹരം. ഇനി തവ എന്ന് വെച്ചെന്താണ്? തവ എന്ന് വെച്ചാൽ നിന്റെ എന്നാണ് അർത്ഥം വരുന്നത്. തവ എന്ന് വെച്ചാൽ എന്താണ്? നിന്റെ എന്നാണ് അർത്ഥം വരുന്നത്. തവ നിന്റെ. ഇനി കോകിലം. കോകിലം എന്ന് വെച്ചെന്താണ്? കുയിലിനെയാണ്. കുയിലിനെയാണ് നമ്മൾ എന്ന് പറയുന്ന കോകിലം എന്ന് പറയുന്നത് കുയിലിനെയാണ്. തുണ്ട്. തുണ്ട് എന്ന് വെച്ചെന്താണ്? കഷ്ടത്തെയാണല്ലേ. തുണ്ട് എന്ന് പറയുന്നത് എന്താണ്? കഷ്ടമാണ്. ഇനി പരക്ഷതം. പരക്ഷതം എന്ന് വെച്ചെന്താണ്? നൂറിൽ പരം, നൂറിലധികം എന്നുള്ളതിനെയാണ് പരക്ഷതം എന്ന് പറയുന്നത്. പരക്ഷതം എന്ന് വെച്ചാൽ എന്താണ്? നൂറിൽ പരം, നൂറിലധികം എന്ന് പറയുന്നു. ഇനി പരിചേലും. പരിചേലും എന്ന് വെച്ചെന്താണ്? ഭംഗിയുള്ള അല്ലെ. പരിചേലും എന്ന് വെച്ചെന്താണ്? ഭംഗിയുള്ള അർത്ഥമാണ് വരുന്നത്. പാദോപദാനം. പാദോപദാനം എന്ന് വെച്ചെന്താണ്? പാദത്തിൽ വെക്കുന്ന തലയണേനെയാണെന്ന് പറയുന്നത് പാദോപദാനം എന്ന് പറയുന്നത്. പാദത്തിൽ വെക്കുന്ന തലയണേനെയാണ് പാദോപദാനം എന്ന് പറയുന്നത്. പാർശ്വയുഗ്മം. പാർശ്വയുഗ്മം എന്ന് വെച്ചെന്താണ്? രണ്ട് വശങ്ങൾ അല്ലെ. പാർശ്വയുഗ്മം എന്ന് വെച്ചെന്താണ്? രണ്ട് വശങ്ങൾ, രണ്ട് വശങ്ങൾ. പ്രതിഭാപ്രഭാവം. പ്രഭാവം എന്ന് വെച്ചെന്താണ്? ബുദ്ധിയുടെ മഹിമ. പ്രതിഭാപ്രഭാവം എന്ന് വെച്ചെന്താണ്? ബുദ്ധിയുടെ മഹിമ. മഞ്ജിമ ചോദിക്കാറില്ലേ? മഞ്ജിമ എന്താണ്? മനോഹാരിത. മനോഹാരിത എന്ന് പറയുന്നത് മഞ്ജിമ എന്ന് പറയുന്നത്. മതിമാൻ ആരാണ്? മതിമാൻ ബുദ്ധിമാനെയാണ് മതിമാൻ എന്ന് പറയുന്നത്. മഹിതാബ എന്ന് വെച്ചാൽ എന്താണ്? വർദ്ധിച്ച ശോഭ. വർദ്ധിച്ച ശോഭ തന്നെയാണ് മഹിതാബ എന്ന് പറയുന്നത്. ഇനി മുഖരം എന്ന് വെച്ചാൽ എന്താണ്? വലിയ ശബ്ദം. മുഖരം എന്ന് വെച്ചാൽ എന്താണ്? വലിയ ശബ്ദം. വാഴി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഉദ്യാനമാണെന്ന്. വിമലം എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധമായത്. വിമലം എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധമായത്. ഈ ശ്രീ എന്ന് വെച്ചാൽ എന്താണ്? ഐശ്വര്യം അല്ലേ. ശ്രീ എന്ന് വെച്ചാൽ എന്താണ്? ഐശ്വര്യമാണ്. സദനം എന്ന് വെച്ചാൽ എന്താണ്? വീട്. സദനം എന്ന് വെച്ചാൽ എന്താണ്? വീട്. സ്വച്ഛാബ്ദി എന്ന് വെച്ചാൽ എന്താണ്? ശാന്തമായ സമുദ്രത്തെയാണ് സ്വച്ഛാബ്ദി എന്ന് പറയുന്നത്. ഔപചാരികം എന്ന് വെച്ചാല് ഉപചാരപൂർവം മര്യാദ പ്രകാരം എന്നാണ് അർത്ഥം വരുന്നത്. ഔപചാരികം എന്ന് വെച്ചാൽ എന്താണ്? ഉപചാരപൂർവം മര്യാദ പ്രകാരം. ഇനി അജ്ഞാതം എന്ന് വെച്ചാൽ എന്താണ്? അറിയുന്നതാണ് അല്ലെ. അജ്ഞാതം എന്ന് വെച്ചാൽ എന്താണ്? അറിയാത്തത് എന്നാണ് അർത്ഥം. ഭീമാകാരം. ഭീമാകാരം എന്ന് വെച്ചാൽ എന്താണ്? വളരെ വലിയ രൂപം. ഭീമാകാരം എന്താണ്? വളരെ വലിയ രൂപം. അനന്തം. അനന്തം എന്ന് വെച്ചാൽ എന്താണ്? അവസാനമില്ലാത്തത്. അനന്തം എന്ന് വെച്ചാൽ എന്താണ്? അവസാനമില്ലാത്തത്. അസുലഭം. അസുലഭം എന്ന് വെച്ചാൽ എന്താണ്? എളുപ്പത്തിൽ കിട്ടാത്ത അല്ലെങ്കിൽ അപൂർവമായതിനാണ് അസുലഭം എന്ന് പറയുന്നത്. ഇനി വിഹായസ്. വിഹായസ് എന്ന് വെച്ചാൽ എന്താണ്? ആകാശം. വിഹായസ് ആകാശം. മുഖാമുഖം. മുഖാമുഖം മുഖത്തോട് മുഖമായി അല്ലെങ്കിൽ നേരിട്ടിനെയാണ് മുഖാമുഖം എന്ന് പറയുന്നത്. ഇനി ദൗത്യം. ദൗത്യം എന്ന് വെച്ചാൽ എന്താണ്? ഉദ്യമം. ദൗത്യം ഉദ്യമം. ദൗത്യം ഉദ്യമം. ചുമതല ഉത്തരവാദിത്യം. ചുമതല എന്താണ്? ഉത്തരവാദിത്യം. ഗർജനം എന്ന് വെച്ചാൽ എന്താണ്? അലർച്ച. ഗർജനം അലർച്ച. അത്യന്ത വിരളമായ വളരെ അപൂർവമായ. അത്യന്ത വിരളമായ എന്ന് വെച്ചാൽ എന്താണ്? വളരെ അപൂർവമായ. വിശാലം. വിശാലം വലിപ്പം വിസ്താരം എന്നിവയൊക്കെ വിശാലം എന്ന് പറയുന്നത്. വിശാലം വലിപ്പം വിസ്താരം. അസഹ്യം എന്ന് വെച്ചാൽ എന്താണ്? സഹിക്കാനാവാത്തത്. ഏകാന്തതാബോധം. എന്താണ്? ഏകാന്തതാബോധം ഒറ്റയ്ക്കാണെന്ന ബോധം. പുഞ്ചം. പുഞ്ചം എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടം. പുഞ്ചം എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടം. പുഞ്ചം കൂട്ടം. പുഞ്ചം കൂട്ടം. സനാഥ നാഥനുള്ള. സനാഥ എന്ന് വെച്ചാൽ എന്താണ്? നാഥനുള്ള. നാഥനുള്ള. ആദി. ആദി എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ. ആദി എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ ഒന്നാമത്തെ. തിരുമിഴി. തിരുമിഴി എന്ന് വെച്ചാൽ എന്താണ്? രാജാവിന്റെയോ ദേവന്റെയോ നേത്രം. തിരുമിഴി രാജാവിന്റെയോ ദേവന്റെയോ നേത്രം. അക്ഷയപാത്രം. അക്ഷയപാത്രം സൂര്യൻ പാണ്ഡവന്മാർക്ക് സമ്മാനിച്ച പാത്രമാണ് ഈ അക്ഷയപാത്രം. അതിൽ വിഭവങ്ങൾ ഒരിക്കലും ഒഴിയാറില്ല. ഇനി വിശ്വം എന്ന് വെച്ചാൽ എന്താണ്? വിശ്വം ലോകം പ്രപഞ്ചം. വിശ്വം എന്ന് വെച്ചാൽ എന്താണ്? ലോകം പ്രപഞ്ചം.
അശൈതശ്വര്യം അശൈതശ്വര്യം യോഗസിദ്ധികൾ കൊണ്ട് ലഭിക്കുന്ന 8 അമാനുഷിക സിദ്ധികളെയാണ് അശൈതശ്വര്യം എന്ന് പറയുന്നത്. നിഷേധം എന്ന് വെച്ചാൽ എന്താണ്? വിരോധം, വിലക്ക്. നിഷേധം എന്ന് വെച്ചാൽ വിരോധം, വിലക്ക്. ആധാരം എന്താണ്? ആധാരം ഇതായണ്ടോ? ആധാരം എന്ന് വെച്ചാൽ അടിസ്ഥാനം, ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖയാണ് ആധാരം എന്ന് പറയുന്നത്. അടിസ്ഥാനം, ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ. ആഭരണഭ്രമം എന്ന് വെച്ചാൽ എന്താണ്? ആഭരണത്തോടുള്ള അമിത താല്പര്യം, ആഭരണത്തോടുള്ള അമിത താല്പര്യം. ഒഴിയാബാധ എന്ന് വെച്ചാൽ എന്താണ്? വിട്ടുമാറാത്ത ഉപദ്രവം. ഒഴിയാബാധ വിട്ടുമാറാത്ത ഉപദ്രവം. താതാത്മ്യപ്പെടുക എന്താണ്? താതാത്മ്യപ്പെടുക എന്ന് വെച്ചാൽ മറ്റൊന്നിനോട് ഐക്യപ്പെടുക. ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ജോലി, കടമ. ഇനിയാണ് ധർമ്മം എന്ന് പറയുന്നത്. ജോലി, കടമ. പിണ്ടിപ്പെരുന്നാൾ, വാഴപ്പിണ്ടിയിൽ വിളക്ക് വെച്ച് അലങ്കരിച്ച് ആഘോഷിക്കുന്ന പെരുന്നാളാണ്. തൃശ്ശൂർ, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലാണിത് പ്രധാനം. പ്രതിബന്ധം എന്ന് വെച്ചാൽ എന്താണ്? തടസ്സം. പ്രതിബന്ധം എന്ന് വെച്ചാൽ എന്താണ്? തടസ്സം. മട്ടുപ്പാവ് എന്ന് വെച്ചാൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് തുറസായ സ്ഥലത്തെയാണല്ലേ നമ്മൾ മട്ടുപ്പാവ് എന്ന് പറയുന്നത്. മിഥ്യ എന്ന് വെച്ചാൽ യഥാർത്ഥമല്ലാത്തത്. മിഥ്യ എന്ന് വെച്ചാൽ യഥാർത്ഥമല്ലാത്തത്. വാലായ്മ എന്ന് വെച്ചാൽ പ്രസവവുമായി ബന്ധപ്പെട്ട അശുദ്ധിയാണ്. പാഠഭാഗത്ത് മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പാഠഭാഗത്ത്. ഇനി വിദൂഷകൻ എന്ന് വെച്ചാൽ നാടകങ്ങളിലും മറ്റും ഹാസ്യരസം പ്രകടിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് വിദൂഷകൻ എന്ന് പറയുന്നത്. നാടകങ്ങളിലും മറ്റും ഹാസ്യരസം പ്രകടിപ്പിക്കുന്ന കഥാപാത്രം. വിളംബരം രാജകീയ പരസ്യത്തെയാണ് വിളംബരം എന്ന് പറയുന്നത്. ഇനി യാമം എന്ന് വെച്ചാൽ 7:30 നാഴിക, അതായത് 3 മണിക്കൂർ അല്ലെ കൂടിയ സമയത്താണ് യാമം എന്ന് പറയുന്നത്. 3 മണിക്കൂർ കൂടിയ സമയം അല്ലെങ്കിൽ 7:30 നാഴിക കൂടിയ സമയം. നെറുക എന്ന് വെച്ചാൽ തലയുടെ മധ്യം, ഉച്ചിയിലുള്ള ഭാഗത്തെയാണ് എന്ന് പറയുന്നത് നെറുക എന്ന് പറയുന്നത്. ഇനി കരുണ എന്ന് വെച്ചാൽ ദയാണല്ലേ? കരുണ എന്ന് വെച്ചാൽ ദയ. കശ്മലൻ നിന്യൻ എന്ന് വെച്ചാൽ നിന്യൻ. ഉദകുക എന്ന് വെച്ചാൽ ഉപകരിക്കുക. നിർമ്മലം പരിശുദ്ധമായത്. നിർമ്മലം എന്ന് വെച്ചാൽ പരിശുദ്ധമായത്. തിമിർക്കുക എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് ചാടിക്കളിക്കുക. എന്ന് വെച്ചാൽ ചാടിക്കളിക്കുക. മന്ദമണഞ്ഞു മെല്ലെ വന്നു. എന്ന് വെച്ചാൽ മെല്ലെ വന്നു. ചേതോഹാരം എന്ന് വെച്ചാൽ മനസ്സിനെ അപഹരിക്കുന്നത്, സൗന്ദര്യമുള്ളതിനെയാണ് ചേതോഹരം എന്ന് പറയുന്നത്. മനസ്സിനെ അപഹരിക്കുന്നത്, സൗന്ദര്യമുള്ളതിനെയാണ് ചേതോഹരം എന്ന് പറയുന്നത്. അധിലോലം എന്ന് വെച്ചാൽ വളരെ മൃദുവായത്. അധിലോലം എന്ന് വെച്ചാൽ വളരെ മൃദുവായത്. പുളകം രോമാഞ്ചം. രോമാഞ്ചം. മരതകം പച്ചനിറത്തിലുള്ള രത്നം അല്ലെങ്കിൽ നവരത്നങ്ങളിൽ ഒന്നാണ് ഈ മരതകം എന്ന് പറയുന്നത്. ഇനി ചിക്കൻ എന്ന് വെച്ചാൽ പെട്ടെന്ന്. വാടി നമ്മൾ പറഞ്ഞു ഉദ്യാനമാണെന്ന്. വനിക എന്ന് വെച്ചാൽ ഉദ്യാനമാണ്. അപ്പൊ വാടി വനിക എന്നൊക്കെ ഉദ്യാനമാണ്. മഞ്ഞ് എന്ന് വെച്ചാൽ ഭൂമിയാണ് അല്ലെ? മഞ്ഞ് എന്ന് വെച്ചാൽ ഭൂമിയാണ്. ഇനി കനകം എന്ന് വെച്ചാൽ സ്വർണം. സ്വർണം. ഉലക് എന്ന് വെച്ചാൽ ലോകം. ലോകം. കനകം സ്വർണം, ഉലക് ലോകം. ശുഷ്കിച്ച എന്ന് വെച്ചാൽ ഉണങ്ങിയ. വൃങ്കമായ എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്ന. കാമിനി എന്ന് വെച്ചാൽ കാമിനി ചോദിക്കാറുണ്ട് അല്ലെ? കാമിനി ആരാണ്? ഭാര്യയാണ്. ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ തെളിവ്. തെളിവ്. തണിയുവോളം എന്ന് വെച്ചാൽ തണുക്കും വരെ. അരജൻ എന്ന് വെച്ചാൽ രാജാവ്. രാജാവ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കനകം സ്വർണം, ഉലക് ലോകം, ശുഷ്കിച്ച ഉണങ്ങിയ, വൃന്ധ്യമായി ഒളിഞ്ഞിരിക്കുന്ന, കാമിനി ഭാര്യ, ദൃഷ്ടാന്തം തെളിവ്, അണിയുവോളം തണുക്കും വരെ, അരജൻ രാജാവ്. ഇനി വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് നമുക്ക് നോക്കാം. കുറച്ച് കവികളെ കുറിച്ചാണ് കേട്ടോ, എഴുത്തുകാരെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത് 1878-ലാണ്. 1958-ലാണ് മരിക്കുന്നത്. മലയാളത്തിലെ ആധുനിക കവിത്രയത്തിലെ ഒരാൾ ആരാണ്? വെള്ളത്തോൾ നാരായണ മേനോനാണ്. മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്താണ് വെള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത്. മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിൽ. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കവിതകളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കഥകളിയുടെ പുനരുദ്ധാരണത്തിനായി കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചതാരാണ്? വെള്ളത്തോൾ നാരായണ
മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചത്. വാൽമീകി രാമായണം, ഋഗ്വേദം, ശാകുന്തളം എന്നിവ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വാൽമീകി രാമായണം, ഋഗ്വേദം, ശാകുന്തളം. പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ചിത്രയോഗം എന്ന് പറയുന്ന മഹാകാവ്യമാണ്. ബധിരവിലാപം, ഒരു കത്ത്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം, കൊച്ചു സീത, ഗണപതി, സാഹിത്യ മഞ്ചരി 11 ഭാഗങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ വെള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത് 1878 മരണം നടക്കുന്നത് 1858 മലയാളത്തിലെ ആധുനിക കവിത്രയത്തിലെ ഒരാളാണ്. മലപ്പുറം ജില്ലയിലെ മംഗല ഗ്രാമത്തിലാണ് ജനിച്ചത്. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറെ കവിതകളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ വാൽമീകി രാമായണം, ഋഗ്വേദം, ശാകുന്തളമൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചിത്രയോഗം മഹാകാവ്യമാണ്. ബധിരവിലാപം, ഒരു കത്ത്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം, കൊച്ചു സീത, ഗണപതി, സാഹിത്യ മഞ്ചരി 11 ഭാഗങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പി കേശവദേവനെ കുറിച്ച് നോക്കാം. പി കേശവദേവൻ 1904 ജനം, 1983 മരിക്കുന്നത്. പി കേശവദേവ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച കഥാകൃത്താണ്. പറവൂരാണ് ജന്മസ്ഥലം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഓർമ്മയില്ല. കഴിഞ്ഞ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് GK ഭാഗത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പി കേശവദേവനെ കുറിച്ചിട്ട് പഠിച്ചു വയ്ക്കാം. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച കഥാകൃത്താണ് പി കേശവദേവ്. പറവൂരാണ് ജന്മസ്ഥലം എന്ന് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കൃതികൾ? ഓടയിൽ നിന്ന്, അയൽക്കാർ, അധികാരം, ഭ്രാന്താലയം, ആദ്യത്തെ കഥ, ആർക്കു വേണ്ടി, വിൽപ്പനക്കാരൻ തുടങ്ങിയ നോവലുകളും യമുന ഏകാഗ്രമായി ഒഴുകുന്നു. ഭാവിവരം തുടങ്ങിയ കഥാസമാഹാരങ്ങളാണ് പ്രധാന കൃതികൾ. എതിർപ്പ്, തിരിഞ്ഞുനോട്ടം എന്നീ ആത്മകഥകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച കഥാകൃത്താണ് പി കൃഷ്ണദേവ് എന്ന് പറയുന്നത്. കേശവദേവ് എന്ന് പറയുന്നത്. ഇനി പറവൂരാണ് ജന്മസ്ഥലം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന്, അയൽക്കാർ, അധികാരം, ഭ്രാന്താലയം, ആദ്യത്തെ കഥ, ആർക്കു വേണ്ടി, വിൽപ്പനക്കാരൻ തുടങ്ങിയ നോവലുകളും യമുന ഏകാഗ്രമായി ഒഴുകുന്നു ഭാവിവരം തുടങ്ങിയ കഥാസമാഹാരങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എതിർപ്പ്, തിരിഞ്ഞുനോട്ടം എന്നീ ആത്മകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ആരാണ്? 18ാം നൂറ്റാണ്ടിൽ ജീവിച്ച കുഞ്ചൻ നമ്പ്യാരെ മലയാളത്തിലെ മഹാകവിയും ഹാസ്യ സാഹിത്യ ചക്രവർത്തിയുമായിട്ടാണ് സാഹിത്യ ലോകം ആദരിക്കേണ്ടത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം ജനിച്ച കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത ഭവനം ഇന്ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കിള്ളിക്കുറിശി മംഗലത്താണ്. കല്യാണ സൗഗന്ധികം, സ്യമന്ധകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, ബാലി വിജയം, കീചകവധം തുടങ്ങിയ 64ഓളം തുള്ളൽ പാട്ടുകളും ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം, 24 വൃത്തം മുതലായ കാവ്യങ്ങളുമാണ് പ്രധാന കൃതികൾ. കല്യാണ സൗഗന്ധികം, സ്യമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, ബാലവിജയം, കീചകവധം എന്ന് പറയുന്ന തുള്ളൽ പാട്ടുകൾ തുടങ്ങി 64ഓളം തുള്ളൽ പാട്ട്, ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം, 24 വൃത്തം മുതലായ കാവ്യങ്ങളാണ് പ്രധാന കൃതികൾ. അപ്പൊ ഇത്രയൊക്കെയാണ്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കുറെ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കുറെ പദപരിചയങ്ങൾ, അതുപോലെ തന്നെ കാവ്യങ്ങൾ, എഴുതിയിട്ടുള്ള ആൾക്കാർ, എഴുത്തുകാർ, അപ്പൊ മലയാളത്തിൽ നിന്നും ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് SCRT ഭാഗമായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണ്, ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.